പൊതുവേ ഞാൻ ഈ വ്ളോഗുകളിലും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റോഡുകളിലും കൂടുതലും വ്ളോഗുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ തരം വെറുപ്പീരുകൾ ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഏതെങ്കിലും ഒരു പാവപ്പെട്ട വഴിയിലിരിക്കണ കച്ചവടക്കാരനെ, എന്തെങ്കിലും ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കണ കൊച്ചു പിള്ളേരെ ആരെങ്കിലും ഒക്കെ കണ്ട്, ആൻറ്റിമാരെ അമ്മൂമാരെ ആരെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഈ വ്ളോഗ് ചെയ്യുന്നോണ്ടിരിക്കുന്ന ചേച്ചിമാർ അല്ലെങ്കിൽ ഈ ആണുങ്ങൾ അധികം പറയണ ഞാൻ കേട്ടില്ല കേട്ടോ. ഈ ചേച്ചിമാരാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. അയ്യോ, ചേച്ചിമാരാണ് എൻ്റെ ഏറ്റവും കൂടുതൽ ആരാധകർ, ചേച്ചിമാരെ ഒന്നും പറയണം എന്ന് വിചാരിക്കില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എല്ലാവരെയും പറയും കേട്ടോ, പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടപ്പെടണമെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. പക്ഷെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചിമാർ ചെയ്യണ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേപോലെ പാവപ്പെട്ട കുറച്ച് പേര് എവിടെയെങ്കിലും ഇവരുടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ കാണുമല്ലോ. അപ്പോൾ അവിടെ ഇവർ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗാണ്, പാവം അവരും ജീവിക്കാൻ വേണ്ടിയല്ലേ. ആ ഒരു ചിന്ത അവർക്ക് എവിടെ നിന്നാണ് വരുന്നത്? അത് അങ്ങനെയുള്ള ചിന്തകൾ, ഇതൊരു സൈക്കോളജി കുറച്ച് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻ്റ് ഒന്നും അല്ല കേട്ടോ, ഞാനൊരു എഞ്ചിനീയറാണ്. അതിവിടെ എന്തിനാണ് പറഞ്ഞതെന്നുള്ളത്. ഇതൊക്കെ പറയാൻ നീ ആരെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കണത്? സത്യം പറയല്ല, ഞാൻ ഒരു സാധാ മനുഷ്യനാണ് കേട്ടോ. എന്നിട്ട് ഇവർ പറയും ഇങ്ങനെ. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അവർ ഒരു വേറൊരു ക്ലാസ്, ഇവർ വേറൊരു ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ചിന്തയിൽ വെറുതെ പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? ജീവിക്കാൻ വേണ്ടി തന്നെ ചേച്ചി എല്ലാവരും ചെയ്യണം, ജീവിക്കാൻ വേണ്ടിയല്ലേ ചേച്ചി വ്ളോഗ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരാൾ ഇങ്ങനെ ചെയ്യണം, എല്ലാത്തിനു വേണ്ടി തന്നെ ഇല്ല. സോ അങ്ങനെ എടുത്ത് പറഞ്ഞ് വലിയ നന്മ